ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ് 4ഓളം വരുന്ന വിദ്യാർത്ഥി. അതിൽ 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് കേരളോർമ കോളേജ് യൂണിയന്റെ ചെയർമാൻ ആയിട്ടുള്ള കുട്ടിയുണ്ട്, അടുത്ത ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിട്ടുള്ള കുട്ടിയുണ്ട്. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളെല്ലാം ഇപ്പോഴും തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് SFIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ ഒരു ഓഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുപ്രചരണം നടത്തുന്നുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ജില്ലാ എക്സിക്യൂട്ടീവ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളാരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഓർമ്മയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നത്. കലോത്സവം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. കലോത്സവം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നത് കലോത്സവത്തിൽ പങ്കെടുത്ത പല കോളേജിലെയും കുട്ടികളെ ആക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കലോത്സവം നിന്നിരിക്കുകയാണ്. കലോത്സവം നിന്നതിന് ശേഷം ജില്ലാ എക്സിക്യൂട്ടീവിനെ MSFന്റെ ഒരു പ്രാദേശിക നേതാവാണ് ഫോണിൽ വിളിക്കുന്നത്. വിളിച്ച നേതാവിന്റെ പേര് ഷറഫുദ്ദീൻ. ഷറഫുദ്ദീൻ എന്ന് പറയുന്ന MSFന്റെ ഒരു പ്രാദേശിക നേതാവ് വിളിച്ച് എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് കലോത്സവം നടത്തണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവായി കുട്ടികൾ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു പ്രതിനിധി പ്രതികരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർ വിളിച്ചാൽ പ്രതികരിക്കാം, യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ വിളിച്ചാൽ പ്രതികരിക്കാം. പക്ഷെ MSFന്റെ ഒരു ലോക്കൽ പ്രാദേശിക നേതാവ്, ഒരു ഗുണ്ട ഷറഫുദ്ദീൻ വിളിച്ച് ജില്ലാ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചാൽ അയാൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ പ്രതികരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയന്റെ ചെയർമാനോ ജനറൽ സെക്രട്ടറിയോ ഒന്നും അല്ല ഈ ജില്ലാ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളെ വിളിക്കുന്നത്. അയാളുടെ ജില്ലയിൽ അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട, അയാൾക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലയിലെ കലോത്സവത്തിൽ ടാഗ് ധരിച്ച് ചില ഗുണ്ടകൾ വന്ന് കലോത്സവത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനി കലോത്സവം നടത്തണോ നടത്തണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? വൈസ് ചാൻസലറും ഈ ജില്ലാ എക്സിക്യൂട്ടീവും യൂണിയൻ ഭാരവാഹികളും കൂടിയിരുന്നാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ MSFന്റെ ഏതെങ്കിലും പ്രാദേശിക ഗുണ്ടാ നേതാക്കൾ ജില്ലാ എക്സിക്യൂട്ടീവിനെ വിളിച്ച് ചോദിച്ചാൽ അയാൾ ഈ രീതിയിൽ പ്രതികരിക്കും. ആ പ്രതികരണമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ എന്തോ വലിയ സംഭവമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു പ്രചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് നടത്താൻ. കലോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത്, ഇനി തീരുമാനിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും സ്റ്റുഡന്റ് ഡീനും ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ചർച്ച ചെയ്താണ് ഇനി കലോത്സവം നടത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കലോത്സവം നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തൃശ്ശൂർ ജില്ലയിൽ തടസ്സപ്പെട്ട ജില്ലാ കലോത്സവം ഇനിയും നടക്കണം. പക്ഷേ എന്തു വേണം, ഇത്തരത്തിൽ ടാഗ് ഇട്ട ക്രിമിനലുകൾ ഈ കലോത്സവം നടത്താൻ വേണ്ടി പാടില്ല. കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറും സ്റ്റുഡന്റ് ഡീൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് ജില്ലയിലെത്തി അവരുടെ നിരീക്ഷണത്തിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിരീക്ഷണത്തിൽ തൃശ്ശൂർ ജില്ലാ കലോത്സവം എന്ത് ചെയ്യണം, പുനരാരംഭിക്കണം. പക്ഷേ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിരീക്ഷണം കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, ജില്ലാ പ്രസിഡന്റ് വിഷ്ണു R, SFI സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘന, കോഴിക്കോട് സർവകലാശാല യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് സായൂജ്. ചോദിച്ചോ. കേട്ടില്ല. ആംബുലൻസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ നിലവിൽ ഞങ്ങളുടെ അറിവോടുകൂടി SFIയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആംബുലൻസ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ആംബുലൻസ് ആക്രമിക്കാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ആംബുലൻസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ചർച്ചയായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതീവ രോഗാവസ്ഥയിൽ കിടക്കുന്ന, അത്യാസന്ന നിലയിലുള്ള, നടക്കാൻ കഴിയാത്ത ശയ്യാവലംബികളായിട്ടുള്ള രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന്റെ പേരായിട്ടാണ് നമ്മളെല്ലാവരും ആംബുലൻസിനെ കാണുന്നത്. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ അടുത്ത ചില നാളുകളിലായി നടന്ന സംഭവം, ഈ കലോത്സവം അടക്കം ചില പ്രദേശങ്ങളിൽ വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടിയ ഗുണ്ടകളായിട്ടുള്ള ആളുകളെ സേഫ് സോണിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന വാഹനമായി തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ട്. മാളയിലെ ഡീസോൺ കലോത്സവത്തിലെ അക്രമകാരികളായിട്ടുള്ള 10ഓളം ആളുകൾ ചിരിച്ച്
സെൽഫി എടുത്ത് ആംബുലൻസിൽ പോകുന്ന ഒരു കാഴ്ചയും നമ്മളൊക്കെ കണ്ടതാണ്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ആംബുലൻസിനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല SFI. ഞങ്ങളുടെ സംഘടനക്ക് നല്ല ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടാണ് ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയോ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത്. അതുകൊണ്ട് അത്തരം പ്രവണതകൾ നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഇതുകൂടി അന്വേഷിക്കണം. ജില്ലയിൽ ക്രിമിനലുകളെ കൊണ്ടുപോകാൻ, പൂരം കലക്കാൻ ഒക്കെ ആംബുലൻസ് ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രവണത കേരളത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളായി കോൺഗ്രസ്, BJP, RSS തുടങ്ങിയ ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ക്രിമിനലുകളെ കൂട്ടമായി ആംബുലൻസിൽ കയറ്റിയിരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് സെൽഫി എടുത്ത് ഞങ്ങൾ സേഫ് സോണിലാണ് എന്ന് പറഞ്ഞ് ചിത്രം കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുക. ആ മാനസികാവസ്ഥയിലേക്ക് ഈ ഗുണ്ടകൾ വരികയാണ്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ആംബുലൻസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ചില ആളുകൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആളുകൾക്കെതിരെ നടപടിയെടുത്ത ആ വാഹനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത് ആ വാഹനം നിരത്തിലെടുത്താത്ത രീതിയിൽ MVD അടക്കമുള്ള ആളുകൾ ഇടപെടണം, പോലീസ് അധികാരികൾ ഇടപെടണം എന്നുള്ളതാണ് SFIയുടെ ജില്ലാ കമ്മിറ്റിക്ക് പ്രസ്താവനയിലൂടെ പറയാനുള്ളത്.